ഇനി നമ്മുടെ അടുത്ത വീട്ടിലിരിക്കുന്ന മാവേടെ മാമൂദീസായും ഫസ്റ്റ് ബർത്ത്ഡേയും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ എന്നാ മാമൂസ മുക്കി ഉടനെ തന്നെ പിറന്നാൾ വന്നു. കുഞ്ഞ് വിദേശത്തായിരുന്നു. കുഞ്ഞിനെ ഇപ്പോഴാണ് ഇങ്ങോട്ട് കിട്ടിയത് സ്വദേശത്തോട്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ മാമൂദീസായും അത് ഒന്നാം പിറന്നാളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇന്നവർ ആഘോഷിക്കുമായിരുന്നു. നമ്മുടെ കുമളി ആനവിലാസ റൂട്ടിലെ വെള്ളാരംകുന്ന് പള്ളിയിൽ വെച്ചായിരുന്നു കുഞ്ഞിൻ്റെ മാമോദിസ ആഘോഷിച്ചത്. അത്യാവശ്യം ആൾക്കാരുടെ ഒരു പങ്കാളിത്തമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് തന്നെ പരിപാടി നടന്നു. ഞാൻ ആദ്യമായിട്ട് രണ്ടാമത്തെ തവണയാണ് ഞാൻ വെള്ളാരംകുന്ന് പള്ളിയിൽ പോകുന്നത്. നേരത്തെ ഒരിക്കൽ പോയ സമയത്ത് നമ്മുടെ പള്ളി മെയിൻ്റനൻസ് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് എനിക്ക് കയറാനോ അതിനകത്ത് കയറിയോന്ന് ചോദിച്ചാൽ കയറി നമുക്ക് ഒത്തിരി അങ്ങോട്ട് നടക്കാനുള്ള സമയമില്ലായിരുന്നു, പണി നടന്നുകൊണ്ടിരുന്ന സമയമായതുകൊണ്ടേ. പക്ഷെ ഇപ്പം നല്ലതായിട്ട് കയറി കാണാനും ഒക്കെ പറ്റി. കാരണം ആദ്യമായിട്ട് കയറുന്ന പള്ളിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ. അതുപോലെ ഇന്ന് അവിടെ ഒരു മരണമോടെ നടന്നിട്ടുണ്ട് കേട്ടോ. താഴെയായിട്ട് ആ പള്ളിയുടെ താഴെയായിട്ട് ഒരു അമ്മച്ചി 88 വയസ്സുണ്ട് അമ്മച്ചിയുടെ മരണം ശവമടക്കും ഇന്ന് ആ പള്ളിയിൽ വെച്ച് തന്നെ ഉണ്ട്. അതിനായിട്ട് ആ ശവക്കല്ലറയൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. അതും ഞങ്ങൾ കണ്ടു കേട്ടോ. പിന്നെ പള്ളിയിൽ കയറി കുർബാനയൊക്കെ കണ്ടു. സ്വീകരിക്കാൻ പറ്റത്തില്ലല്ലോ, ഞാൻ ഹിന്ദുവാണ്. പിന്നെ കുർബാനയൊക്കെ കണ്ട് എല്ലാം നല്ല അടിപൊളി നല്ല ഭംഗിയായിരുന്നു. കുഞ്ഞിനെ മാമോദിസയൊക്കെ മുക്കുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. വീഡിയോ എടുത്തതൊക്കെ ശരിയാവുമെന്ന് അറിയത്തില്ല. ഞാൻ എടുത്തു. പിന്നെ മാമോദിസ മുക്കി കുഞ്ഞിന് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടി. എല്ലാവരും അവരുടെ ഫാമിലി മുഴുവൻ വൈറ്റ് ഡ്രസ്സിലായിരുന്നു കേട്ടോ. അതുതന്നെ വളരെ നല്ല ഭംഗിയായിരുന്നു. എല്ലാവരും നല്ല വൈറ്റ് ഡ്രസ്സിലൊക്കെ ആയിരുന്നു. കുഞ്ഞിൻ്റെ അപ്പച്ചിമാരും കുഞ്ഞിൻ്റെ ആൻറ്റിമാരും ചിറ്റന്മാരും അങ്ങനെ അമ്മാവന്മാരും എല്ലാവരും നല്ല വൈറ്റ് പേരൻസ് എല്ലാം നല്ല വൈറ്റ് തന്നെയായിരുന്നു ഇട്ടിരുന്നത് കേട്ടോ. എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. പള്ളിയിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ പയ്യെ ഭക്ഷണം കഴിക്കാനായിട്ട് താഴേക്ക് വന്നു. താഴെയായിരുന്നു ഭക്ഷണം. താഴെ തന്നെ ഓഡിറ്റോറിയത്തിലായിരുന്നു ഭക്ഷണമൊക്കെ. പക്ഷേ ഇതിലെല്ലാം ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് ഇന്ന് കുഞ്ഞിൻ്റെ പിറന്നാളായിട്ട് നമുക്ക് അവരൊരു ഗിഫ്റ്റ് ഇങ്ങോട്ട് തന്നു. കുഞ്ഞിൻ്റെ പാരൻസ് ഒരു നല്ലൊരു ചെടി, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ചെടിയും ഫ്ലവേഴ്സും കൂടി. അത് നാച്ചുറലായിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഫ്ലവേഴ്സും തന്നു, ഒരു വൈറ്റ് ടവലും തന്നു. സന്തോഷത്തോടു കൂടിയാണ്